നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ വഴിത്തിരിവുകൾക്കൊപ്പം വിവാദങ്ങളും മുറുകിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. ആഭ്യന്തര കലഹത്തിന് വഴിവെച്ച് അമ്മയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ഗണേഷ് കുമാർ എഴുതിയ കത്ത് പുറത്തുവന്നു. മൊഴിക്ക് മുൻപേ ADGP നാദിർഷയുമായി കൂടിക്കാഴ്ച നടന്നെന്ന് മുൻ DGPക്ക് ലഭിച്ച സന്ദേശവും മറുവശത്ത്. അനാവശ്യമായ താരസംഘടന പിരിച്ചുവിടണമെന്ന ഗണേഷ് കുമാറിന്റെ കത്ത് വരുമ്പോഴും മൗനം മതിയെന്ന് പ്രഖ്യാപിച്ച് വനിതാ സംഘടനയും. അന്വേഷണത്തിൽ ഉന്നതതലത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ ചോദിക്കുന്നു പ്രൈം ഡിബേറ്റ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൊഴി കൊടുക്കും മുൻപ് നാദിർഷായും ADGP തച്ചങ്കരിയുമായി വിവാദ കൂടിക്കാഴ്ച. ദിലീപും നാദിർഷായും മൊഴി നൽകിയത് തച്ചങ്കരിയുടെ ഉപദേശത്തെ തുടർന്നെന്ന സൂചന. ദിലീപ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. അന്വേഷണ നിലയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് DGP. വിവാദ നിലപാടിന് പിന്നാലെ മുഖം മിനുക്കാൻ താര MLA-മാർ. താരസംഘടനയായ അമ്മയ്ക്ക് എഴുതിയ കത്ത് പുറത്തുവിട്ടത് താനല്ലെന്ന് KB ഗണേഷ് കുമാർ. പുറത്തുവന്നത് സംഘടനയുടെ വിശദീകരണത്തിൽ തൃപ്തി വന്നതിനാൽ പിൻവലിച്ച കത്ത്. വിമർശനങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് മുകേഷ്. രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനെന്ന് വിശദീകരണം. പ്രതിഷേധങ്ങൾക്കും ആരവങ്ങൾക്കുമിടെ സംസ്ഥാനത്തെ ബാറുകൾ തുറന്നു. പ്രവർത്തനം ആരംഭിച്ചത് പുതുതായി ലൈസൻസ് ലഭിച്ച 77 ബാറുകൾ. സ്റ്റാർ ബാറുകളുടെ മറവിൽ ആദ്യ ദിനം തന്നെ ലോക്കൽ കൗണ്ടറുകളും. പ്രതിഷേധവുമായി കോൺഗ്രസ്. IS-ൽ ചേർന്ന 5 മലയാളികൾ കൂടി കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. മരിച്ചത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ സ്വദേശികൾ. മരണവാർത്ത ബന്ധുക്കൾ അറിഞ്ഞത് 2 ദിവസം മുൻപ്. കോൺഫെഡറേഷൻസ് കപ്പ് ഫൈനലിൽ ഇന്ന് കലാശ പോരാട്ടം. ജർമ്മനി ചിലിയെ നേരിടും. ഇരു ടീമുകളും ഫൈനലിൽ എത്തുന്നത് ആദ്യം. കത്തിലൂടെ പുറത്തുവന്നത് താരസംഘടനയിലെ തമ്മിൽ തല്ലു. താരസംഘടനയായ അമ്മയ്ക്കെതിരായ KB ഗണേഷ് കുമാറിന്റെ കത്ത് പുറത്ത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇടപെടാതിരുന്ന സംഘടനയുടെ നിലപാട് നാണക്കേടുണ്ടാക്കി. ദിലീപിനെ വേട്ടയാടിയപ്പോൾ മൗനം പാലിച്ച സംഘടന പിരിച്ചുവിടണമെന്നും ഗണേഷ് കുമാർ എഴുതിയ കത്തിൽ ആവശ്യപ്പെടുന്നു. അമ്മയുടെ യോഗത്തിൽ തൃപ്തികരമായ വിശദീകരണം ലഭിച്ചതിനെ തുടർന്ന് പിൻവലിച്ച കത്താണ് പുറത്തുവന്നതെന്ന് ഗണേഷ് കുമാർ പ്രതികരിച്ചു. കത്ത് പുറത്തുവിട്ടത് താനല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. MLA എന്ന നിലയിലുള്ള ഔദ്യോഗിക ലെറ്റർപാഡിലാണ് അമ്മ സംഘടനയുടെ അധ്യക്ഷൻ ഇന്നസെന്റ് ഗണേഷ് കുമാർ കത്ത് നൽകിയിരിക്കുന്നത്. സംഘടനയുടെ രൂപീകരണ ലക്ഷ്യം ഓർമ്മിപ്പിക്കുന്ന ഗണേഷ് കുമാർ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണെന്ന് കത്തിൽ കുറ്റപ്പെടുത്തുന്നു. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഇടപെടാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. ദിലീപിനെതിരായ മാധ്യമവേട്ടയിലും മൗനം പാലിക്കുകയാണെന്നും ഗണേഷ് കുമാർ കത്തിൽ വിമർശിക്കുന്നു. അമ്മ എന്ന സംഘടന പിരിച്ചുവിടണമെന്ന അഭിപ്രായവും കത്തിലുണ്ട്. അമ്മ യോഗത്തിന്റെ മുൻപാണ് കത്ത് എഴുതിയതെന്ന് ഗണേഷ് കുമാർ വിശദീകരിച്ചു. കത്തിലെ ഉള്ളടക്കം അമ്മ യോഗം ചർച്ച ചെയ്തു. അത് പിരിച്ചുവിടാൻ പറ്റില്ല. നന്നായി നടത്തണം എന്നുള്ള അഭിപ്രായം. നന്നായി നടത്താനായി പിരിച്ചുവിടുന്നത്. ഗണേഷ് കുമാറിന്റെ കത്ത് പുറത്തു വന്നത് താരസംഘടനയെ അമ്മയിൽ ആഭ്യന്തര കലഹത്തിന് വഴിവെക്കുമെന്നാണ് സൂചന. അല്ല, അതെനിക്കറിയാം. അത് പുറത്തുവിട്ടത് ഒരു ആരോ നിറയില്ലാത്ത ഒരു പരിപാടി. അത്രയേ ഉള്ളൂ. അതൊക്കെ നിറയില്ലാത്ത പരിപാടി. അല്ല, ഞാൻ അവരെ കാര്യം പറയില്ല എന്ന് ഞാൻ പറഞ്ഞു. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതായി നടൻ മുകേഷും പ്രതികരിച്ചു. തെറ്റുകൾ സ്വാഭാവികം മാത്രമാണ്. അപ്പം എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്നേഹം കാരണം ഞാൻ നല്ലൊരു നേതാവായിട്ട് വരാൻ വേണ്ടി പല ശാസനകളും അല്ലെങ്കിൽ പല ഉപദേശങ്ങളും നൽകുന്നു. അത് ഞാൻ സ്വീകരിക്കുന്നു. അത്രേ ഉള്ളൂ. അതെല്ലാം ഞാൻ ഉൾക്കൊണ്ടിട്ട് ഇനി ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് വരുമായിരിക്കും. എനിക്കറിഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് ഇരുവരും ഇന്ന് ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിന് 2 ദിവസം മുൻപ് സംവിധായകൻ നാദിർഷയുമായി ADGP ടോമിൻ തച്ചങ്കരി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമാകുന്നു. കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്നത്തെ പോലീസ് മേധാവി TP സെൻകുമാറിന് മൊബൈൽ ഫോണിൽ ലഭിച്ച സന്ദേശം അന്വേഷണ സംഘത്തലവൻ IG ദിനേന്ദ്ര കശ്യപിന് കൈമാറി. എങ്കിലും ഇത് അവഗണിച്ചാണ് B സന്ധ്യയുടെ നേതൃത്വത്തിൽ നാദിർഷയും ദിലീപിനെയും ചോദ്യം ചെയ്തത്. അതേസമയം കേസ് അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച DGP ലോക്നാഥ് ബെഹ്റ അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല ദിനേന്ദ്ര കശ്യപിന് നൽകി.
കഴിഞ്ഞ 26-ന് കൊച്ചിയിലെ സ്വന്തം സ്ഥാപനത്തിൽ വെച്ചാണ് ADGP ടോമിൻ ജെ തച്ചങ്കരി നാദിർഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അന്ന് രാത്രി 10:30 പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാറിന് ഇതേപ്പറ്റി മൊബൈൽ ഫോണിൽ സന്ദേശം ലഭിച്ചു. തച്ചങ്കരിയുടെ പേരടക്കം പരാമർശിച്ചിരുന്ന സന്ദേശം അടുത്ത ദിവസം പുലർച്ചെ 5:30 സെൻകുമാർ അന്വേഷണ സംഘത്തലവൻ IG ദിനേന്ദ്ര കശ്യപിന് അയച്ചു കൊടുത്തു. ചോദ്യം ചെയ്യൽ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനാണ് പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തച്ചങ്കരി നാദിർഷായെ കണ്ടതെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യലിനെ എങ്ങനെ നേരിടണമെന്നത് സംബന്ധിച്ച് നാദിർഷായ്ക്ക് പരിശീലനം നൽകിയതായി റിപ്പോർട്ടിൽ പരാമർശമുള്ളതായാണ് സൂചന. വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാലാണ് സെൻകുമാർ ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികൾക്ക് മുതിരാഞ്ഞത്. അതേസമയം കേസന്വേഷണ പുരോഗതിയിൽ അതൃപ്തി അറിയിച്ച പുതിയ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല ദിനേന്ദ്ര കശ്യപിന് നൽകി. ADGP B സന്ധ്യ അന്വേഷണ മേൽനോട്ടം വഹിക്കും. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ തെളിവുകൾ എത്രയും വേഗം കണ്ടെത്തണമെന്നും ബെഹ്റ നിർദ്ദേശം നൽകി. നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം ചേരുന്നു കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിന്ന്, അഡ്വക്കേറ്റ് രാംകുമാർ കൊച്ചിയിൽ നിന്ന്, BJP നേതാവ് JR പത്മകുമാർ തിരുവനന്തപുരത്തു നിന്നും, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് B സംസ്ഥാന കമ്മിറ്റി അംഗം നെടുവത്തൂർ സുനിലും ടെലിഫോൺ ലൈനിലും നമുക്കൊപ്പം ചേരുന്നു. സിനിമാ പ്രതിനിധികളെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രം സംശയമുണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം ഏത് രീതിയിലാണ് പൊതുജന അഭിപ്രായം താരസംഘടനയ്ക്കെതിരെ രൂക്ഷമായത്, ഉയർന്നു വന്നത് എന്ന് കണ്ടതാണ് എല്ലാവരും. ഇന്ന് കൃത്യമായ നിലപാടുമായി ജനപ്രതിനിധികളായ 2 സിനിമാ താരങ്ങൾ എത്തിയിരിക്കുന്നു. KB ഗണേഷ് കുമാർ MLA കത്ത് പറയുന്നു, ഒപ്പമുള്ളവരെ സംരക്ഷിക്കാത്ത ഒരു താരസംഘടന അപ്രസക്തമാണെന്ന്. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നു, വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് മുകേഷും പറയുന്നു. ഇക്കാര്യത്തിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതണമോ? പെട്ടെന്നുള്ള ഈ നിലപാട് മാറ്റം അതോ അഭിനയം മാത്രമായി കരുതണോ? ഇപ്പോൾ എന്ത് കരുതുന്നു ശ്രീമതി ബിന്ദു കൃഷ്ണ? ജീവിതത്തിലെ ഭൂരിപക്ഷം സമയവും അഭിനയിച്ചു മാത്രം ശീലമുള്ള താരരാജാക്കന്മാർ അല്ലെങ്കിൽ താര അംഗങ്ങൾ, അവരിൽ പലരും പലതും ചെയ്യുന്നത് അഭിനയിക്കുന്നതായി, നല്ലതൊക്കെ ചെയ്യുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ പലതും അഭിനയമാണ് എന്ന് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള ഓരോ സംഭവങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, തുടക്കം മുതൽ നിസ്സംഗമായൊരു രീതിയാണ് അമ്മ എന്ന് പറയുന്ന താരസംഘടന എടുത്തത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നിന്ദ്യവും നീചവുമായ നിലപാടാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം ശ്രീ ഗണേഷ് കുമാറും ശ്രീ മുകേഷിന്റെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയണം. MLAയുടെ ബോർഡ് വെച്ച കാറിലാണ് അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം കൊച്ചിയിൽ എത്തിയത്. അദ്ദേഹം അമ്മയുടെ ഭാരവാഹിയായിട്ടല്ല, MLA എന്ന കൊല്ലത്തെ ജനങ്ങൾ നൽകിയ 3 അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് കേരളം മുഴുവൻ യാത്ര ചെയ്ത്, അല്ലെ മറ്റ് ഷൂട്ടിംഗ് സ്ഥലത്തടക്കം യാത്ര ചെയ്യുന്ന ഒരാളാ അദ്ദേഹം. അതിൽ പങ്കെടുത്തുകൊണ്ട് അത് പറയുന്നു. ഇന്ന് പറയുന്നു, ഞാൻ രാഷ്ട്രീയത്തിൽ കാല് വെച്ചതല്ലേ ഉള്ളൂ, പിച്ച വെച്ചതല്ലേ ഉള്ളൂ, ഞാൻ പഠിക്കാൻ വരുന്നതേ ഉള്ളൂ എന്ന്. പക്ഷേ ഇദ്ദേഹം പഠിച്ചു വരുന്ന സമയത്ത് ഒരു സ്വന്തം സഹപ്രവർത്തക ക്രൂരമായ പീഡനത്തിനിരയായ കേസ് ഒന്ന് കൃത്യമായി അന്വേഷിക്കണമെന്ന് പറയുവാൻ ഭരണകക്ഷി MLA അദ്ദേഹത്തിന്റെ നാവ് ഇതുവരെ പൊങ്ങിയിട്ടില്ല. ശ്രീ ഗണേഷ് കുമാർ ഇന്ന് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ നിസ്സംഗതയെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം മുൻപ് എഴുതിയതെന്ന് പറഞ്ഞ കത്ത് പുറത്തു വരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അദ്ദേഹം പ്രശ്നം തീർന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കത്തിലൂടെ ഉന്നയിക്കാൻ ശ്രമിച്ച കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് അമ്മ എന്ന് പറയുന്ന സംഘടന എടുത്തിട്ടില്ല. പിന്നെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് നിലപാട്, കൃത്യമായ നിലപാടെടുത്തോ എന്ന സംശയം. എല്ലാ വാർത്താ മാധ്യമങ്ങളും ശ്രീ മുകേഷിന്റെയും ശ്രീ ഗണേഷ് കുമാറിന്റെയും അതുപോലെ തന്നെ ശ്രീ ഇന്നസെന്റ് ഈ നടി ആക്രമിക്കപ്പെട്ട നടിയെ പരിഹസിച്ചത് മാത്രമല്ല, അമ്മയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന യോഗത്തിൽ പോലും നടത്തിയ ഒരു അധ്യക്ഷന് തേരാത്ത നിലപാട്, ഒരിക്കലും അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങളോട് ഒരുപോലെ കാണിക്കേണ്ട ആ ഒരു മര്യാദ, അല്ലെങ്കിൽ വേദനിക്കപ്പെട്ട ആളിന് കൊടുക്കേണ്ട പിന്തുണ, അത് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട അദ്ദേഹത്തെയോ നിയന്ത്രിക്കുവാനോ അതൊന്ന് പ്രശ്നമൊന്ന് പരിഹരിക്കാനോ ഉള്ള ഒരു നിലപാടും മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടില്ല. ന്യൂസ് 18 ചാനൽ അടക്കമുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു, കൊല്ലത്തെ CPMന്റെ ജില്ലാ കമ്മിറ്റി ശ്രീ മുകേഷിനോടൊക്കെ വിശദീകരണം തരാമെന്ന്. ആരും പരസ്യമായിട്ട് വിശദീകരണം ഒന്നും നേടിയിട്ടില്ല. ഫോണിൽ ചോദിച്ച 1-2 നേതാക്കന്മാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഔദ്യോഗികമായ ഒരു ജില്ലാ കമ്മിറ്റി അത്തരത്തിലൊരു വിശദീകരണം തേടുക ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആളുകൾ അപ്പോഴും മുകേഷിനെ അന്ധമായി പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. പക്ഷെ ഒന്ന് പറയുന്നു, ഈ സമയത്ത് CPIയുടെ കൊല്ലത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് അനിരുദ്ധൻ അദ്ദേഹം എടുത്ത നിലപാട്
ഞാൻ തിരികെ വരാം. ബിന്ദുകൃഷ്ണ, ജയർ പത്മകുമാർ, ഈ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതായത് ഏറ്റവും കൂടുതൽ വിമർശനവുമായി വന്നത് രാഷ്ട്രീയക്കാർ കൂടിയായ സിനിമാക്കാരാണ്. അവർ തന്നെയാണ് ഇന്ന് നിലപാട് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു, ഇനിയൊരു പുതിയ മനുഷ്യനാകാൻ താൻ ശ്രമിക്കുമായിരിക്കും ഒരു പക്ഷേ എന്ന് മുകേഷ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒപ്പമുള്ളവരെ സംരക്ഷിക്കാത്ത ഒരു സംഘടന എന്തിനാണ് അത് പിരിച്ചു വിട്ടുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഗണേഷ് കുമാറിന്റെ കത്തും പുറത്തു വരുമ്പോൾ, ഇതും ആത്മാർത്ഥതയുള്ള സമീപനമായി കണക്കാക്കണോ? അതോ സിനിമാ താരസംഘടന കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉയരുന്ന ചില ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ആ രീതിയിൽ തന്നെ ഇതും അഭിനയമാണോ എന്ന് പൊതുജനം ചോദിച്ചു പോയാൽ എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? താങ്കൾ പറഞ്ഞതാണ് ശരി. ഇപ്പൊ അഭിനയം അവരുടെ ഒരു തൊഴിലാണ്. അത് ആ തൊഴിൽ വേണ്ട, അല്ലെങ്കിൽ തൊഴിൽ അവർ ചെയ്യുന്ന സമയത്ത് അഭിനയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ ജീവിതത്തിലും അഭിനയിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഈ വരുന്ന സംഭവ വികാസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞതിൽ എന്താ ആത്മാർത്ഥതയുള്ളത്? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുജീവിതത്തിൽ സ്ഥിരമായ ഒരു നിലപാട് ഒരിക്കലും എടുത്തു കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലപാടുകളെ അവജ്ഞയോടെ തള്ളിക്കളയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഈ യോഗത്തിന് മുന്നേ പറഞ്ഞ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എഴുതിയ കത്താണ്. ആ കത്ത് എഴുതിയതിന് ശേഷമാണ്, നിങ്ങൾക്കറിയാം, മാധ്യമങ്ങൾ ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അദ്ദേഹം എഴുതിയ കത്തും അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പറഞ്ഞതും തമ്മിലുള്ള ബന്ധം. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയെ അങ്ങനെ ശിഥിലമാക്കാൻ ആർക്കും കഴിയില്ല, ഞങ്ങളെ തമ്മിലടിപ്പിച്ചതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി നിലനിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം 2 ദിവസം മുന്നേ പറഞ്ഞ കഥ എന്താ? അമ്മ എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ ആളാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ഞങ്ങളെ തമ്മിലടിപ്പിച്ച് ഈ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഇത് യഥാർത്ഥം മനസ്സിലായല്ലോ. അദ്ദേഹം ജീവിതത്തിലും അഭിനയിക്കുന്നു, തൊഴിലും അദ്ദേഹം അഭിനയമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സംഘടന എന്തിനു വേണ്ടി എന്നുള്ളതാണ്. ഞാൻ ആ സംഘടനയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നില്ല. നല്ല ആളുകളുണ്ട്, നല്ല പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ട്, കലാരംഗത്ത് നല്ല വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ ഈ സംഘടന എന്താണ്? ആ സംഘടനയിൽപ്പെട്ട ഒരാളിന് ഒരു വളരെ നീചമായ രീതിയിൽ ഒരു അപമാനം സഹിച്ച സാഹചര്യത്തിൽ അതിനെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ അതിന്റെ പ്രതികളെ കൊണ്ടുവരുന്നതിന് എന്ത് നിലപാടാണ് ഈ സംഘടന എടുത്തത്? അതാണ് മറുപടി അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് ബി സംസ്ഥാന കമ്മിറ്റി അംഗം നെടുവത്തൂർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. സുനിൽ, നിങ്ങൾ എന്ത് കരുതുന്നു? ഈ കത്ത് ആരായിരിക്കും പുറത്തു വിട്ടിട്ടുണ്ടാവുക? അല്ല, ഈ പത്മകുമാർ പറഞ്ഞ ഒരു സാഹചര്യം വെച്ച് അദ്ദേഹം കെ ബി ഗണേഷ് കുമാർ MLA കുറിച്ച്, ഹലോ കേൾക്കാമോ? പറയൂ സുനിൽ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതിനു മുമ്പ് കെ ബി ഗണേഷ് കുമാർ MLA കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഈ കത്ത് അദ്ദേഹം പുറത്തുവിട്ടതല്ല എന്ന് അദ്ദേഹം പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനകത്ത് യാതൊരു വിധമായ വെള്ളം ചേർക്കൽ നടത്താത്ത ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹം ഒരു കാര്യത്തെയും പത്രമാധ്യമങ്ങളുടെ പുറകിൽ നടക്കുന്ന ഒരാളല്ല. ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു, പൂവറ്റൂർ എന്നൊരു സ്ഥലത്ത് ബാലകൃഷ്ണ സാറിന്റെ ഒരു യോഗോട് ബന്ധപ്പെട്ട് ഞങ്ങൾ വാഹനത്തിൽ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ഏതോ ഒരു ചാനൽ ഇന്റർവ്യൂ അദ്ദേഹം നൽകിയിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞ നടിയെ സംരക്ഷിക്കണം എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം ലാലാണ് ആ വിഷയത്തെ കുറിച്ച്, നമ്മുടെ സംവിധാനം ലാലാണ് ആ വിഷയത്തിൽ സംസാരിക്കുന്നത്. രണ്ടാമത് ഗണേഷ് കുമാറാണ് ആദ്യം പ്രസ്താവന നടത്തിയത്. പക്ഷേ അന്നത്തെ ആ പ്രസ്താവന ഒരു ചാനലും പുറത്തുവിട്ടതായി ഞാൻ പത്രമാധ്യമങ്ങൾ കണ്ടില്ല. സുനിൽ, എന്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രസ്താവന, അങ്ങനെയാണെങ്കിൽ ജനറൽ ബോഡി യോഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയില്ല? അദ്ദേഹം പറഞ്ഞ കാര്യം, ദിലീപിനെ ഒറ്റുകൊടുക്കുമെന്ന് കരുതണ്ട, ഈ സംഘടന പിളരും എന്ന് നിങ്ങൾ കരുതണ്ട, അങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതല്ലാതെ ഈ നടിയെ ഞങ്ങൾ സംരക്ഷിക്കുന്നു, നടിക്കൊപ്പം നിൽക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടില്ല, താങ്കൾ കേട്ടിരുന്നു? അല്ല, അദ്ദേഹം കത്ത്, ഹലോ പറയൂ ശ്രീ നെടുവത്തൂർ സുനിൽ, പറയൂ, താങ്കൾ കേട്ടിരുന്നെങ്കിൽ. അദ്ദേഹം കത്ത് കൊടുത്തു എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ മറുപടി പറയുകയും ചെയ്തു. അന്ന് എക്സിക്യൂട്ടീവ് 28-ാം തീയതി നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ കത്തിനെ കുറിച്ച് ചർച്ച ചെയ്തത്.
അദ്ദേഹം കത്ത് നൽകിയത് ഒരിക്കലും പിന്നെ പത്രമാധ്യമങ്ങൾക്ക് കത്ത് നൽകിയിട്ടില്ല. അദ്ദേഹം ഈ വിഷയം ആരോടും പറഞ്ഞിട്ടില്ല. 18 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നാകെയാണ് അദ്ദേഹം ഈ കത്ത് നൽകിയിട്ടുള്ളത്. അപ്പൊ അത് രഹസ്യമുള്ള കാര്യം. അദ്ദേഹം അത് പിന്നെ വലിച്ചു നീട്ടി വെളിയിൽ കൊണ്ടുവരണമെങ്കിൽ രണ്ട് കാര്യം സുനിൽ. ഒന്ന്, സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ KB ഗണേഷ് കുമാർ എങ്ങനെയാണ് താരസംഘടനയ്ക്കൊപ്പം നിന്നുകൊണ്ട്, ദിലീപ് അടക്കമുള്ള താരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഏത് രീതിയിലാണ് പെരുമാറിയത് യോഗത്തിനു ശേഷം എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടു. ഇപ്പോൾ ഈ കത്ത് പുറത്തുവിടുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള KB ഗണേഷ് കുമാർ MLA യുടെ ധാർമ്മിക ബോധമാണ് ആ കത്തിനകത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ കത്ത് ഇപ്പോൾ പുറത്തു വരേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അല്ല, ഒരിക്കലും ഗണേഷ് കുമാറിന്റെ ആവശ്യമല്ല. ഗണേഷ് കുമാറിന് അങ്ങനെ കത്ത് പുറത്തുകൊണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം അങ്ങനെ പത്രമാധ്യമത്തിന്റെ പുറകെ പോകുന്ന ആളല്ല. അദ്ദേഹത്തിനെ കുറിച്ച് പത്തനാപുരത്തെ ഈ കേരളത്തിലെയും ജനങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രീ സുനിൽ, ഈ വിഷയത്തിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി എന്താണ് പറഞ്ഞത് നമുക്ക് കൃത്യമായി അറിയാം. കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ, പൊതുജനങ്ങളുടെ ഭാഗത്ത് വിമർശനങ്ങൾ ഉയർന്നതൊക്കെ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ കത്തിനകത്തുണ്ടായിരുന്ന വിഷയങ്ങളിൽ ഇനി പരാതിയില്ല, അത് പരിഹരിക്കപ്പെട്ടു, അതുകൊണ്ട് കത്ത് പിൻവലിക്കുന്നു എന്നാണ് അദ്ദേഹം പിന്നീട് വിശദീകരിച്ച് പറഞ്ഞത്. വൈകുന്നേരം എന്ത് വിഷയമാണ് ഇതിനകത്ത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം പരിഹരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് എന്ത് ഉറപ്പ് നൽകി എന്നൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പത്മകുമാർ സൂചിപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഗണേഷ് കുമാർ ഒരു നടനാണ്, അദ്ദേഹം പിന്നെ ഏത് രീതിയിലും ഒരു അഭിനയം പോലെ വിചാരിച്ച ആളാണ്. അതൊന്നും ശരിയായ ഒരു രീതിയിലുള്ള കാര്യങ്ങളല്ല. അദ്ദേഹം കത്ത് നൽകി. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിലുള്ളപ്പോൾ പത്മകുമാർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള കാര്യം എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യുവാണെങ്കിൽ അത് മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കത്ത് കൊടുത്തിട്ടാണോ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ 18 എക്സിക്യൂട്ടീവ് മെമ്പറാണ് അദ്ദേഹം. ആ കാര്യം അദ്ദേഹം അവിടെ ചർച്ച ചെയ്തു, കാര്യങ്ങൾ ചർച്ച ചെയ്തു. സുനിൽ, താങ്കൾക്ക് പിന്നെ വരാതെ നിവൃത്തിയില്ല. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിലല്ല, ഇത് പൊതുജനങ്ങൾക്ക് മുന്നിലെത്തുന്ന വിഷയമാണ്. 1-2 സിനിമയുടെ റിലീസോ സിനിമയ്ക്കകത്ത് മാത്രം നിൽക്കുന്ന ഒരു വിഷയമല്ല, കേസ് അന്വേഷണം നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏത് രീതിയിലാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്? ഈ വിഷയം സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ള ചില ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ പത്രമാധ്യമങ്ങൾ ആ കത്ത് പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു നടിയെ സംരക്ഷിക്കണമെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം ആദ്യമേ നിന്നത്. ഇപ്പൊ ദിലീപിനെതിരെ സംസാരിക്കുന്നു. അപ്പൊ ദിലീപ് കുറ്റക്കാരനാണെന്നും അല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മാപ്പ് അദ്ദേഹത്തിന് ഈ ജനങ്ങൾക്ക് നൽകാൻ കഴിയും? ഈ പത്രമാധ്യമങ്ങൾ സംസാരിക്കുന്നവർക്ക് നൽകാൻ കഴിയും? ദയവായി തുടരുക നെടുവത്തൂർ സുനി. ഈ വിഷയത്തിനകത്ത് 1-2 ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്, ദയവായി തുടരുക. അഡ്വക്കേറ്റ് രാംകുമാർ കൊച്ചിയിൽ നിന്ന്. ശ്രീ രാംകുമാർ, ഈ വിഷയത്തിനകത്ത് മറ്റൊരു വശം നടക്കുന്നത് ഇതിന്റെ നിയമപരമായ വശങ്ങളാണ്. മാധ്യമങ്ങളുടെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു, മാധ്യമങ്ങളുടേതായ രീതിയിൽ തെളിവുകൾ പുറത്തു വരുന്നു. അതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ADGP നാദിർഷയുമായി കൂടിക്കാഴ്ച നടന്നു എന്ന രീതിയിലുള്ള സന്ദേശം ലഭിച്ചിരിക്കുന്നത് മുൻ DGPയുടെ മൊബൈലിലേക്കുമാണ്. ഈ കേസ് കൂടുതൽ അഴിക്കുന്നോറും മുറുകുന്ന ഒന്നായി മാറുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരിക്കലും അനുവദനീയമല്ലാത്ത എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള മാധ്യമ വിചാരണയാണ്. ഇത് അങ്ങേയറ്റത്തെ അനീതിയാണ്. ഇന്ന് വളരെ പക്വമതിയായ ഒരു സിനിമാ താരം ശ്രീ ബാലേന്ദ്രമേനോൻ ഒരു അഭിപ്രായം പറഞ്ഞു. ഇത് കോടതിയിലും പോലീസിലുമൊക്കെ നിൽക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പരിമിതിയുണ്ട്. ഇതുപോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ നീങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നടന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. നിർഭാഗ്യവശാൽ അതിലൊരു നടി ഉൾപ്പെട്ടു. വളരെ പ്രശസ്തയായ, ജനങ്ങൾ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ഒരു നടി ഉൾപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ച് സെൻസേഷൻ്റെ പേരിൽ കേരളത്തിലെ മലയാള മാധ്യമ സുഹൃത്തുക്കളൊക്കെ അർണാബ് ഗോസ്വാമിയോ ബർഖാദോ ആക്കാൻ അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് അപഹാസ്യമായി തോന്നുന്നു എന്നെപ്പോലെ നിഷ്പക്ഷമതികളായ പ്രേക്ഷകർക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷയം പോലീസും കോടതിയും കൈകാര്യം ചെയ്യുന്നതാണ്. അവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മാധ്യമങ്ങളുടെ മുമ്പിൽ വരാൻ അസ്വാധീനമുള്ള അസൗകര്യമുള്ള ആളുകളെ
തേജോവധം ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട്. അത് അനീതിയാണ്. നാളെ ഈ വാർത്തകളെല്ലാം തെറ്റാണെന്ന് വന്നാൽ നിങ്ങൾ ആരെങ്കിലും മാപ്പ് ചോദിക്കാൻ തയ്യാറാവും. അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് രാംകുമാർ ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ, ഒരുപക്ഷെ മാധ്യമങ്ങൾ ഒരാളെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് എന്ന രീതിയിലാണ് താങ്കൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറിച്ചാണ് ഒരു കാര്യം വരുന്നതെങ്കിൽ മാധ്യമങ്ങളാകില്ലേ അതിന് ഉത്തരവാദികൾ? നമുക്ക് അത് മാറ്റി നിർത്താം. ഇന്നൊരാളെ പ്രതിയാണെന്ന് പറയുന്നില്ല, ആ വിഷയത്തിലേക്കേ കടക്കണ്ട. ഒറ്റ കാര്യമാണ് പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഒരു സംഘടന എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഈ പറഞ്ഞതുപോലെ കേസ് മുറുകി വന്നപ്പോൾ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിപ്രായം പറയേണ്ട, ഓക്കെ, അത് നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഈ സ്വന്തം മേഖലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എന്ത് രീതിയിൽ, എത്ര സമയമെടുത്ത് നിലപാടെടുത്തു, ഏത് രീതിയിൽ പ്രസ്താവനകൾ നടത്തി, പിന്നെ ഈ പെൺകുട്ടിക്കെതിരെയുള്ള പരാമർശങ്ങൾ നടത്തിയത്, ഈ പെൺകുട്ടിയുടെ ആരുടെ കൂടെ പോയി, പെൺകുട്ടിക്ക് ആരുമായി ബന്ധമുണ്ടായി, പീഡിപ്പിക്കപ്പെട്ട ആളുമായി പെൺകുട്ടിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, ഈ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയത് മേഖലയ്ക്കകത്തു നിന്നുള്ളവരാണ്. അത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കഥകളല്ല, അതിനെയാണ് വിമർശിക്കുന്നത്. ആ സന്ദർഭങ്ങളിൽ പരാമർശങ്ങൾ നടത്തിയ സിനിമാ മേഖലയിലുള്ളവർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. താങ്കളുടെ മേഖലയിലാണെങ്കിൽ, ഞങ്ങളുടെ മേഖലയിലാണെങ്കിൽ, മറ്റേതു മേഖലയിലാണെങ്കിലും ഈ രീതിയിൽ നിശബ്ദതയും ഒറ്റപ്പെടുത്തലും ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട ഒരു സമയമാണ്. അത് അവിതർക്കിതമായ കാര്യമാണ്. പക്ഷേ അമ്മയുടെ മീറ്റിങ്ങിൽ അതിൻ്റെ ഉത്തരവാദിത്വ ബോധമുള്ള പ്രസിഡന്റ്, അദ്ദേഹം പാർലമെൻറ്റ് മെമ്പർ കൂടിയാണ്, അദ്ദേഹം വളരെ പക്വതയോടുകൂടി ഒരു അഭിപ്രായം പറഞ്ഞു. ഈ വിഷയം കോടതിയിൽ നിൽക്കുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്യുന്നതിന് നമുക്ക് പരിധിയുണ്ട്. ഈ പരിധികളെല്ലാം വിട്ടുകൊണ്ടാണ് വനിതാ കമ്മീഷൻ അംഗങ്ങൾ പോലും സംസാരിക്കുന്നത്. നാളെ വനിതാ കമ്മീഷന് മുമ്പാകെ പരാതി വരുമ്പോൾ ഇതുപോലെ സംസാരിക്കുന്ന ഒരു അധ്യക്ഷയെ ഏതെങ്കിലും കക്ഷികൾ വിശ്വസിക്കുമോ? അവർ ജുഡീഷ്യൽ പവർ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവർ നാലാംകിട രാഷ്ട്രീയക്കാരികളെ പോലെ സംസാരിക്കുകയാണ്. മറ്റ് വനിതാ രാഷ്ട്രീയ പ്രവർത്തകർ മാധ്യമങ്ങളിൽ നിന്ന് വിലസെന്ന് ആഘോഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് മറ്റ് വേദികളില്ല. പക്ഷേ ഇവരൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ ഒരു വനിതാ സിനിമാ പ്രവർത്തകയോട് കാണിക്കുന്ന അനുകമ്പ, അടിയന്തരാവസ്ഥ കാലത്ത് സ്നേഹലത റെഡ്ഡിയെ ബാംഗ്ലൂർ ജയിലിലിട്ട് തല്ലി ചതച്ചപ്പോൾ ഈ വനിതാ പ്രവർത്തകരൊക്കെ എവിടെയായിരുന്നു? ഒറ്റ കാര്യം അഡ്വക്കേറ്റ് രാംകുമാർ, നമ്മൾ കേരളം ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ അന്നൊക്കെ ഈ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതുപ്രവർത്തകരൊക്കെ ചർച്ചകൾക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇപ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത്. വനിതാ സംഘടന പോലും നിലപാട് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന വനിതാ സംഘടന പോലും ഈ സമയത്ത് നിശബ്ദതയാണ്. അത്തരമൊരു കാര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സൗമ്യവധ കേസ് സമയത്ത് ജിഷ വിഷയത്തിനകത്തൊന്നും ഈ രീതിയിലല്ല ഉണ്ടായിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് മാത്രം സംസാരിക്കുമ്പോൾ ഇത് കോടതിയിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട എല്ലാ വിഷയങ്ങളും കോടതിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഇത് ചർച്ച ചെയ്തിരുന്നു. ആൾക്കാർക്ക് ധാർമ്മിക ബോധം ഉണ്ടായിരുന്നില്ലേ? സിനിമയാവുമ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണോ? കോടതിയിലുള്ള വിഷയം തീരെ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ ഭരണഘടന അങ്ങേയറ്റം വിലമതിക്കുന്നുണ്ട്. ഞാനത് ആദരിക്കുന്നു. അതിനുവേണ്ടി എപ്പോഴും പോരാടിയും ശബ്ദമുയർത്തിയ ആളാണ്. പക്ഷേ എല്ലാറ്റിനും അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഒരു പ്രവണത കാണുമ്പോൾ കേസിൻ്റെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള നിർദ്ദയമായ മാധ്യമ വിചാരണയാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് രാംകുമാർ, മാധ്യമ ഇടപെടലിനെ കുറിച്ച് താങ്കൾ ഉന്നയിച്ചതുകൊണ്ട് മാത്രമാണ് ആ വിഷയത്തിലേക്ക് പോയത്. ഒരല്പം വിഷയത്തിൽ നിന്ന് മാറുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ സിനിമാ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ലിബർട്ടി ബഷീർ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരും കണ്ടതുപോലെ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം ജനപ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ സിനിമാക്കാർ ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? ഇന്ന് മുകേഷ് പറഞ്ഞിരിക്കുന്നു വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ താൻ തയ്യാറാണ്, താൻ ഒരു പുതിയ മനുഷ്യനായി മാറാൻ ശ്രമിക്കുമായിരിക്കും എന്ന ഒരുപക്ഷെ അദ്ദേഹം തമാശ രൂപയാണോ പറഞ്ഞത് എന്നറിയില്ല. രണ്ടാമത്തത്, കൃത്യമായി സംഘടനയെ വിമർശിച്ചുകൊണ്ട് കെ വി ഗണേഷ് കുമാർ MLA കത്ത് വന്നിരിക്കുന്നു. ഈ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വിഷയം മാത്രമല്ല, വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇതിനകത്ത് സമവായം ഉണ്ടായിട്ടുണ്ട്, പരാതി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് താൻ പിൻവലിച്ച കത്താണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ ഒറ്റ നോട്ടത്തിൽ? അപർണ, ഈ നമ്മുടെ ഗണേഷ് കുമാർ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. ഇത്രയും വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ ബുദ്ധിമാനാണ്.
ഗണേഷ് കുമാർ നാളെ എന്തെങ്കിലും ഈ കേസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലില്ല വേറെ തരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അഡ്വാൻസ് അതിന്റെ ജാമ്യം എടുക്കുകയാണ് ഗണേഷ് കുമാർ. കാരണം ഈ കത്ത് നേരത്തെ കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് നല്ലൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിക്കെതിരായിട്ടുണ്ട്. മമ്മൂട്ടിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചാണ് ആ കത്ത് കൊടുത്തിട്ടുള്ളത്. ആ കത്ത് തലേന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ കത്ത് അന്ന് അവിടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ 2000 പുലരുന്നുണ്ട്. അത് 100% ഉറപ്പാണ്. പക്ഷെ അന്ന് അവിടെ അത് സംഭവിച്ചില്ല. എന്തെല്ലാം ഒരു കോംപ്രമൈസ് ആക്കി തീർത്ത്. കാരണം ഗണേശകുമാരുടെ സ്വഭാവം പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് നടക്കും. അപ്പൊ അവന്റെ ആവേശം തറപ്പിച്ചിട്ടാണ് പിറ്റേന്ന് ജനമോടിക്ക് വന്നത്. ആ മമ്മൂട്ടിക്കും അതിന്റെ ആ കത്ത് കൊടുത്തതിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. ഇവിടെ ഇപ്പം ആ കത്ത് പുറത്ത് നേരത്തെ ഗണേശകുമാർ പറയുന്ന കേട്ട ആ കത്ത് പുറത്തുനിന്ന് ഏതോ ഒരാൾ പുറത്തിറക്കിയതാണ്. ആ കത്ത് പുറത്തു വേണ്ടി എന്റെ നിഗമനത്തിൽ കത്ത് ആ ഗണേശകുമാറിനേക്കും പുറത്ത് കൊടുത്തില്ല. പത്രക്കാർക്ക് ഗണേശകുമാറിനെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരിക്കലും ആ സംഘടനയിൽ നിന്ന് ആ കത്ത് പുറത്തു പോയില്ല 100% ഉറപ്പാണ്. കാരണം അതിന് എഴുതിയെല്ലാം പല ചാനലുകളിലോ കത്ത് വായിച്ചിട്ടുണ്ട്. നാളെ എനിക്ക് വന്ന് നാളെ ഏതെങ്കിലും പത്രത്തില് ആ കത്തത്തിന്റെ ഒരു വിശദീകരണം ഏതെങ്കിലും പത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ വിഷയം നിങ്ങൾ ചോദിച്ചല്ലോ, ഈ എന്റെ അമ്മയില് അന്നത്തെ ഈ രാംകുമാർ സാർ പറയുന്നതല്ല. അമ്മയില് ഈ തർക്കം വരുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം കോടതി കിടക്കുന്ന എത്രയോ കാര്യങ്ങൾ നമ്മളും രാംകുമാർ സാറും ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അവിടെ ഒന്ന് തീരുമാനിക്കാം, ഒന്ന് നടുക്ക് നീതി കിട്ടാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കാം. ഈ ശരിയായ ആരാണ് പ്രതി, യഥാർത്ഥ പ്രതിനെ കണ്ടുപിടിക്കണമെന്നൊരു പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഒരു കോടതിക്ക് വരുന്ന കേസിനെ ബാധിക്കാത്ത കാര്യമാണ്. ഇത് അവിടെ നമ്മൾ കാണുന്നുണ്ട് വൺ സൈഡ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. ഈ തീരുമാനങ്ങളിലാണ് ജനങ്ങളുടെ സംശയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ തീരുമാനങ്ങളിലാണ് ഈ ദൃശ്യമാധ്യമങ്ങളിലേക്ക് വീണ്ടും സംശയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്നതോടും ഇവരെന്നെ കുറിച്ച് ഇവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് ശ്രീ ലിബർട്ടി ബഷീർ കൃത്യമായിട്ട് ഈ കത്തിനകത്തുണ്ട്. ഈ കത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്: താൻ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും പ്രസിഡന്റായ ഇന്നസെന്റ് നടിയെ ആക്രമിച്ച വിഷയത്തിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടില്ല. ഒപ്പമുള്ളവരെ സംരക്ഷിക്കാത്ത പ്രസിഡന്റ് എന്തിനാണ്, സംഘടന എന്തിനാണ്, ഇത് പിരിച്ചുവിട്ടുകൂടെ? ഒന്ന്. രണ്ടാമത്തത്, ഈ വിഷയത്തിനകത്ത് ജോയ് മാത്യു അടക്കമുള്ളവർ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോഴും നേതൃത്വം ഈ വിഷയത്തിനകത്ത് വേണ്ട വിധം പ്രതികരിച്ചില്ല, ഫലപ്രദമായി ഇടപെട്ടില്ല, പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യരാകുന്നു എന്ന് ഇത്രയും കാലം ജനപ്രതിനിധിയായി പ്രവർത്തിച്ച രീതിയിൽ താൻ ഇത് നോക്കിക്കാണുകയാണ് എന്നൊക്കെയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത്. പക്ഷേ അദ്ദേഹം ആ നിലപാട് പരസ്യമായി പ്രകടിപ്പിക്കുകയോ ഒന്നും യോഗത്തിൽ ചെയ്തിട്ടുമില്ല. കൃത്യമായി ചില പേരുകൾ എടുത്തു പറയുകയും ചെയ്യുന്നു. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വീട്ടിൽ നിന്ന് ചുട്ടുകൊണ്ടുവന്ന അപ്പം പോലെ തീരുമാനങ്ങൾ ചുട്ടെടുത്തുകൊണ്ടെന്ന് വിളമ്പുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഒരു ചില തമ്മിൽ തല്ലുകൾ കൂടി പുറത്തു വരികയാണ് ഈ സമയത്ത്, അല്ലേ ലിബർട്ടി ബഷീർ? അതെ, അവരുടെ ഇപ്പൊ മമ്മൂട്ടി എന്ന വ്യക്തി പുതുതായിട്ട് സെക്രട്ടറി ചാർജ് എടുത്ത് നിൽക്കുന്ന 1.5 വർഷമായിട്ടില്ല. അപ്പൊ ഈ 1.5 വർഷമായിട്ട് കുറെ കാലമായിട്ട് മോഹൻലാലും പ്രസിഡന്റ് എന്ന സംഘടന കൊണ്ടുപോയത് അഭിപ്രായ വ്യത്യാസത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ മമ്മൂട്ടി വന്ന സമയത്താണ് ചില ലിബർട്ടി ബഷീറിന്റെ ഫോൺ സംഭാഷണത്തിൽ സാങ്കേതിക തകരാറ്, അതിലേക്ക് തിരികെ വരാം. നെടുവത്തൂർ സുനിൽ കൃത്യമായി ചോദിക്കട്ടെ, അദ്ദേഹം എടുത്തിരിക്കുന്ന ഈ കത്ത് അത് കെ ബി ഗണേഷ് കുമാർ എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ്. കേസ് ഏത് രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും പൊതുജനം ഏത് രീതിയിൽ ചിന്തിക്കുന്നു, ഏത് രീതിയിലുള്ള പൊതുജന അഭിപ്രായമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും പ്രധാനം കെ ബി ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ പ്രവർത്തകന് തന്നെയാണ്. അപ്പോൾ ഈ കത്തിനകത്ത് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടു, അതിൽ സമവായമുണ്ടായി എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അല്ല, ഞാൻ പറയട്ടെ, ഈ പൊതുജനം എവിടെ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ പൊതുജനം കാര്യം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ചാനൽ പത്രമാധ്യമങ്ങൾ കൂടെയാണ് പൊതുജനങ്ങൾ കാര്യം മനസ്സിലാക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും പോലീസിലാകെ അതിനകത്ത് ഒരു കാര്യം പറയുന്നത് DYSP ജോർജ് മാത്രമാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ADGP സന്ധ്യ എല്ലാവരും ആദരിക്കുന്ന ഒരു ബഹുമാന്യ ഉദ്യോഗസ്ഥയാണ്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നല്ല വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം, ഇപ്പൊ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ വിഷയത്തിലൊന്നും ഇടപെട്ട ഒരു വ്യക്തിയല്ല. അദ്ദേഹം അമ്മയ്ക്കൊരു കത്ത് നൽകി, അമ്മ ആ വിഷയം ചർച്ച ചെയ്തു. കത്ത് നൽകി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പത്രത്തിന് വെളിയിൽ കൊടുത്തിട്ടല്ല അദ്ദേഹം ചർച്ചയ്ക്ക് പോയത്. 18 അംഗങ്ങൾ മാത്രമാണ് ആ കത്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ വിഷയം അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ആ വിഷയം ചർച്ച ചെയ്ത് പൂർത്തിയാക്കി. ഇപ്പൊ അമ്മയെ രണ്ടായിട്ട് നയിക്കണമെന്നും അമ്മയെ ഉടച്ചു പാർക്കണമെന്നും യഥാർത്ഥത്തിൽ കെ ബി ഗണേഷ് MLA സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് യാതൊരു താല്പര്യം അദ്ദേഹത്തിന് ആ കാര്യത്തിലില്ല. അദ്ദേഹം സത്യസന്ധമായി പറയുന്ന ആളാണ്. അദ്ദേഹത്തെ
അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പറയുന്ന ഒരാളാണ്. അതാണ് നേരത്തെ അദ്ദേഹം ഈ പത്രമാധ്യമങ്ങളിൽ പുറകെ യഥാർത്ഥത്തിൽ പോകാത്ത ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ സുനിൽ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ദിലീപിന് മാത്രം എന്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് സംസാരിച്ചു? സമഭാവനയോടെ എല്ലാവരെയും കാണേണ്ട ഒരാളല്ലേ അദ്ദേഹം? ഒരു സിനിമാക്കാരൻ മാത്രമല്ല, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഒരു സുഹൃത്ത് മാത്രമായി കണ്ടതല്ല, ജനപ്രതിനിധി കൂടിയാണ്, മുൻമന്ത്രി കൂടിയാണ്. എല്ലാവരെയും സമഭാവനയോടെ കാണേണ്ടതാണ്. അതൊരു താരസംഘടനയുടെ നിലപാടും കൂടിയായിരുന്നില്ലേ കെ ബി ഗണേഷ് കുമാർ എന്ന ചലച്ചിത്ര പ്രവർത്തകൻ പ്രകടമാക്കിയത്? ദിലീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടന പിളരില്ല എന്ന് പറയുമ്പോൾ നടിക്ക് ആ രീതിയിൽ ഒരു പരസ്യമായ ഐക്യദാർഢ്യം ആയിരുന്നില്ലേ? പോട്ടെ, അവർക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടായിരുന്നോ? അവർ പങ്കെടുത്തില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും നടിക്ക് അനുകൂലമായ നിലപാടാണ് അദ്ദേഹം ആദ്യമേ സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞു. അത് പത്രം വേണമെങ്കിൽ അത് അന്ന് ചാനലുകൾക്ക് അന്ന് ഇന്റർവ്യൂ എടുത്ത ചാനലിന് വേണേൽ അത് പുറത്തുവിടാമല്ലോ. ചാനലുണ്ടല്ലോ, ചുമ്മാ പറയുന്ന കാര്യമല്ല. ആദ്യം നടിക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. നടിക്ക് വേണ്ടി തുടക്കം മുതൽ. അപ്പം ഈ രണ്ടുപേരും സിനിമാ ഫീൽഡിലുള്ള ആളാണ്. അപ്പം പിന്നെ രണ്ടുപേർക്കും വേണ്ടി അത് സംസാരിക്കുന്നു. അത് കുറ്റം ചെയ്ത് ദിലീപ് കുറ്റം ചെയ്തതെന്നൊക്കെ പിന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം കോടതിയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ പോലീസ് പത്ര സമ്മേളനം വിളിച്ചുകൂട്ടിയ ശേഷമാണ് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. ഇപ്പൊ എനിക്ക് ഇതിനകത്തൊരു രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥം നമ്മുടെ ചാരവൃത്തി കേസ്, നമ്മൾ ISRO ചാരവൃത്തി കേസാണ് ഇപ്പൊ എനിക്ക് പിന്നെ ഓർമ്മ വരുന്നത്. അന്ന് നമ്പിനാരായൺ, അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ ലീഡർ കെ കരുണാകരൻ രാജിവെച്ച ഒരു സ്ഥിതി കാര്യങ്ങളുണ്ടായി. അത് കേസ് അവസാനം 10-17 വർഷം കേസ് കഴിഞ്ഞ് വന്നപ്പോൾ ഇതിലെ കാര്യങ്ങൾ വന്നത്. അവർ രണ്ടുപേരും കുറ്റക്കാരില്ലാതെ തെളിഞ്ഞു. അല്ലാതെ ഇപ്പൊ ദിലീപിനെ സംരക്ഷിക്കേണ്ട ഒരു രീതിയിലേക്ക് വന്നില്ലല്ലോ. അന്ന് ഈ എല്ലാരും പറയുന്നല്ലോ, ഇപ്പം ഗണേഷ് കുമാറിന്റെയോ ശ്രീ മുകേഷിന്റെയോ ദിലീപിനെ സംരക്ഷിക്കേണ്ട എന്നല്ല പറഞ്ഞത്. നടിക്ക് കൂടി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമായിരുന്നില്ലേ? കുറഞ്ഞപക്ഷം നടിയുടെ സാന്നിധ്യം ഈ യോഗത്തിൽ ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നില്ലേ ജനപ്രതിനിധികളായ സിനിമാക്കാർക്ക് എന്നേ ചോദിച്ചോളൂ. അല്ല, ഞാൻ പറയട്ടെ, അപ്പൊ അദ്ദേഹം അങ്ങനെ പൊതു സമൂഹത്തോട് മുഴുവൻ പറയുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അതാദ്യമേ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. സിനിമയിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ എല്ലാവരും ദിലീപ് പ്രതിയാന്ന് പറയും. ദിലീപ് പ്രതിയാണെന്നുള്ള ഒരു അന്വേഷണം കഴിഞ്ഞ് വരട്ടെ. നടിക്ക് വേണ്ടി പറഞ്ഞു. നടിയും ദിലീപും രണ്ടുപേരും അമ്മയുടെ 2 മക്കളാണ്. ആ 2 മക്കളെയും സംരക്ഷിക്കണം എന്ന് നിലപാട്. സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ പോലീസ് അല്ലല്ല, അങ്ങനല്ല, അത് കേൾക്കണം. അല്ലാതെ പോലീസിനെ സ്വാധീനം സംരക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഈ കേസ് നല്ല രീതിയിൽ അന്വേഷിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അല്ലാതെ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അന്വേഷണം നടത്തുകയും ഇതിന്റെ യാഥാസ്ഥിതി കണ്ടെത്തേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിക്കുണ്ട്. വളരെ നന്ദി ശ്രീ നെടുവത്തൂർ സുനിൽ ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ചതിന്. അന്വേഷണത്തിൽ ഉന്നതരുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടോ? ബിന്ദുകൃഷ്ണയിലേക്ക് വിടും. ശ്രീമതി ബിന്ദുകൃഷ്ണ, സിനിമാ മേഖലയുമായി ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ADGP ടോമിൻ തച്ചങ്കരി. അദ്ദേഹം മൊഴി നൽകുന്നതിന് മുമ്പ് നാദിർഷയും അദ്ദേഹവുമായുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് TP സെൻകുമാറിന്റെ മൊബൈൽ ഫോണിൽ ആണ് സന്ദേശം ലഭിക്കുകയും ചെയ്തത്. സെൻകുമാർ സർക്കാർ അഭിപ്രായ വ്യത്യാസം മാത്രമായി മറ്റോ കാണണോ ഇതിനെ, അതോ അതിനപ്പുറത്തേക്ക്? അപർണ, ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഈ ചർച്ചയിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രീ രാംകുമാർ സാർ, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരുടെ ഗണത്തിൽപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെ, അതിനുമപ്പുറത്ത് സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ തന്നെ ഏറെ ആദരവോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാനും. പ്രത്യേകിച്ചും അഭിഭാഷക എന്ന നിലയിൽ 1.5 പതിറ്റാണ്ടിലേറെ കോടതി മുറികളിൽ കൃത്യമായി കേസുകൾ നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ അല്പം ആദരവ് കൂടുതലുമുണ്ട്. പക്ഷേ എങ്കിലും ഈ ചർച്ചയിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നാലാംകിട രാഷ്ട്രീയക്കാരികളെന്ന് അങ്ങ് ഉദ്ദേശിച്ചത് ആരെയാണ്, എന്തിനാണ്, ഏതാണ് അദ്ദേഹത്തിന് നാലാംകിടമായി തോന്നിയത്? ഏത് പ്രവർത്തനമാണ്? സ്ത്രീകളെ ആക്രമിക്കുവാൻ വരുന്നവർക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നുകൊടുക്കുന്ന സ്ത്രീകൾ മാത്രമോ അങ്ങയെ പോലെയുള്ളവർ ഒന്നാം തരമായി കാണുകയുള്ളോ? വ്യക്തമായ അഭിപ്രായം പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയ നിലപാടുകളുള്ള സ്ത്രീകൾ എങ്ങനെ സാർ നാലാംകിട രാഷ്ട്രീയക്കാരികളായി മാറും? ഈ നടിയുടെ കേസ് ഫെബ്രുവരിയിൽ ഉണ്ടായി, മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ആ കേസ് സംബന്ധിച്ച് ആ നടി പൊതുസമൂഹത്തോട് വന്ന് തന്റെ വേദന പറഞ്ഞിട്ടില്ല. ആ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന പോയിന്റിൽ നിന്ന് ഞാൻ അടക്കമുള്ള കേരളത്തിലെ പൊതുപ്രവർത്തകർ അതിനെതിരെ അതിശക്തമായി നിലപാടെടുക്കുന്നത് എങ്ങനെയാ സാർ? മറുപടി പറയും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. പക്ഷെ അതിനു മുൻപ് ഒരല്പം വിഷയത്തിലേക്ക് മാറണ്ട എന്ന് കരുതിയിട്ടാണ് ഇതുകൂടെ ചേർത്തിട്ട് ചോദിക്കാമല്ലോ. ഈ വിഷയത്തിനകത്ത് അല്ല, അത് ശരിയല്ല. അത് ശരിയല്ല. പറയുന്നത് ആരായാലും ഈ മാതിരിയുള്ള പ്രസ്താവനകൾ
പൊതുസമൂഹത്തിന് അപമാനപരമാണ്. സ്ത്രീയെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന നിലയിലാണ് ആ ഇരയെ അപമാനിച്ചുകൊണ്ട് ശ്രീ ദിലീപും നടന്മാരായ ശ്രീ സലീം കുമാറും അതുപോലെ തന്നെ ശ്രീ അജു വർഗീസും സജി നന്ദ്യാട്ടിനെ പോലെയുള്ളവര് കേരള സമൂഹത്തിൽ അങ്ങേറ്റം ശ്രീ രാംകുമാർ സാർ ഓരോ ദിവസവും ഉപാസിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡ് അടക്കമുള്ള നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവര് വരുമ്പോ അവർക്കെതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് എങ്ങനെ നാലാംകിട രാഷ്ട്രീയമാകും എന്ന ചോദ്യം ഈ ചർച്ചയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായിട്ട് പറയട്ടെ, ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ചിരിക്കുന്നത് പുറത്തു നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരായ വനിതകളാണ്. സിനിമയ്ക്കകത്ത് നിന്ന് എത്ര വനിതകൾ ഈ വിഷയത്തിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണെന്ന് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമതി ബിന്ദുകൃഷ്ണയുടെ ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് വെക്കുന്നു. ശ്രീമതി ബിന്ദുകൃഷ്ണ ഒരു കാര്യം മറക്കണം. ഒരു അഭിഭാഷക എന്ന നിലയിലും വനിതാ പ്രവർത്തക എന്ന നിലയിലും പൊതുപ്രവർത്തക എന്ന നിലയിലും തീർച്ചയായും സ്ത്രീകളുടെ കാര്യം കണക്കിലെടുത്ത് പോരാടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ വനിതാ കമ്മീഷൻ അധ്യക്ഷ അവരുടെ മുമ്പിൽ നാളെ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നാലാംകിട രാഷ്ട്രീയക്കാരെ പോലെ സംസാരിക്കുന്നത്, വിമർശിക്കുന്നതിന് ബിന്ദുകൃഷ്ണയ്ക്ക് എന്തിന് എത്ര വലിയ സങ്കടം? അവരുടെ പ്രസ്താവനകൾ ശ്രീമതി ബിന്ദുകൃഷ്ണ വായിച്ചു നോക്കിയോ? ഇപ്പം അവരുടെ മുമ്പിൽ ഒരു പരാതി പോലും വന്നിട്ടില്ല. കേരള വിമൻസ് കമ്മീഷൻ ആക്ട് അനുസരിച്ച് ജുഡീഷ്യൽ പവേഴ്സ് നിർവഹിക്കേണ്ട ആളാണ് വിമൻസ് കമ്മീഷൻ്റെ ചെയർമാൻ. അവർ ഒരു ഭാഗത്തെ പഴി പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമങ്ങളിലല്ല പല മാധ്യമങ്ങളിലും പറഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നു. തീർച്ചയായും ഞാൻ തിരികെ വരാം. പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്, ഇടപെടാതിരിക്കാൻ കഴിയില്ല. ജെ.ആർ. പത്മകുമാർ, ഈ വിഷയത്തിനകത്ത് ഉന്നത തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ നിലപാട് സർക്കാർ അറിഞ്ഞുകൊണ്ട് ഇടപെടലുകൾ ഉണ്ടാകുന്നതായി കരുതുന്നുണ്ടോ? കൃത്യമായി മൊഴി നൽകുന്നതിന് മുമ്പ് നാദിർഷയും ADGPയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്ന സന്ദേശം മൊബൈൽ ഫോണിൽ ലഭിക്കുന്നത് മുൻ DGPക്കാണ്. അല്ല, അത് വസ്തുത ശരിയാണെങ്കിൽ വളരെ ഭയപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ അന്വേഷണ സംവിധാനത്തെയും അട്ടിമറിക്കാൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊരു ഭയപ്പാടാണ് ഉണ്ടാകുന്നത്. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് പിന്നെ എങ്ങനെ നിയമവാഴ്ച നിൽക്കും? ഈ കേസിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ആദ്യമേ തന്നെ ഇത് അട്ടിമറിക്കപ്പെട്ടു. ഇത്രമാത്രം ഈ വിവാദമുണ്ടാകുമായിരുന്നു. ഈ പൾസർ സുനി എന്ന് പറയുന്ന പ്രതിയെ കോടതിയിൽ കയറി ഈ ഒരു അറസ്റ്റ് നടത്തിയ ഒരു നാടകം എന്തിനു വേണ്ടിയായിരുന്നു? അന്നേ ഞങ്ങളെല്ലാം പറഞ്ഞു, ഞാനെന്ന ചർച്ചയിൽ പറഞ്ഞു, ഇത് കേസ് പൂർണ്ണമായും അട്ടിപ്പറിക്കപ്പെടുന്നതിനുള്ള ശ്രമമാണ്. അന്ന് കോടതിയിൽ സറണ്ടർ ചെയ്യാനൊരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ കോടതിയിൽ അദ്ദേഹം തുറന്നു പറയാനുള്ള കാര്യങ്ങൾ സത്യവാങ്മൂലത്തോടുകൂടി പറയുമായിരുന്നു. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്ത് ഇതിന് ഫർദറായിട്ട് അന്വേഷണം നടത്താനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ കോടതിയിൽ അദ്ദേഹം ആദ്യമായി കോടതിയിൽ പറയാനുള്ള അവസരം നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളത് സത്യമല്ലേ? അതല്ലേ ഇപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം സഹതടവുകാരോട് പറയുന്നത്, കത്തെഴുതി പോസ്റ്റ്മാനെ കൊടുത്തു വിടുന്നത്, മറ്റു രീതിയിൽ കോടതി ജയിലിനകത്ത് നിന്ന് ഫോൺ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? അതുപോലെ തന്നെ ഈ കേസിന് അന്വേഷണം നടത്തി കുറ്റപത്രം നൽകി. എന്ത് അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്? ഈ അന്വേഷണം നടത്തിയ സമയത്ത് അദ്ദേഹവുമായി ഏത് രീതിയിലുള്ള ഇന്ററാക്ഷനാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ നടത്തിയിട്ടുള്ളത്? ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് കേരളത്തിൽ നടക്കുന്നത്? ഇന്ന് തന്നെ മുൻ DGP പറഞ്ഞൊരു കാര്യം, ജിഷ്ണു പ്രണോയ് കേസിൽ ആത്മഹത്യാ കുറിപ്പ് കള്ളമാണെന്നാണ്. വെള്ളമൊഴുകുന്ന ദിവസങ്ങളോളം വെള്ളമൊഴുകുന്ന ഒരു പൈപ്പിനകത്ത് നിന്ന് ഒരു തകരാറുമില്ലാത്ത ഒരു പുത്തൻ പേപ്പർ. തീർച്ചയായും ഇതിന്റെ നിയമവശങ്ങളിലേക്ക് അഡ്വക്കേറ്റ് രാംകുമാർ ഇതിന്റെ നിയമവശങ്ങളിലേക്ക് വന്നുകൊള്ളട്ടെ. അന്വേഷണ സംഘം തെളിവ് ശേഖരിച്ച് ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി 13 മണിക്കൂർ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കൃത്യമായ തെളിവുകളുടെ അഭാവം ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാൻ കഴിയുമോ? അങ്ങനെയല്ല. ഇത് ശ്രീ പത്മകുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ആദ്യം മുതലേ പാളിച്ചകൾ ഇതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്, പൾസർ സുനി കോടതിയിൽ കീഴടങ്ങാൻ ഹർജി കൊടുത്ത് കോടതിയുടെ നിയന്ത്രണത്തിലിരിക്കുമ്പോഴാണ് ബലപ്രയോഗം വഴി കോടതിക്കകത്തു നിന്ന് അഭിഭാഷകരെയൊക്കെ തള്ളി മാറ്റി അറസ്റ്റ് ചെയ്തത്. അത് തന്നെ നിയമവിരുദ്ധമാണ്. അതിനുശേഷം പൾസർ സുനി ഏതോ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു തന്നെ ഭീകരമായി മർദ്ദിച്ചുവെന്ന്. ഈ മർദ്ദനങ്ങളൊക്കെ ഉണ്ടായിട്ടും, ഇത്രയും ദിവസം കസ്റ്റഡി ഉണ്ടായിട്ടും ഉണ്ടാകാത്ത ഗൂഢാലോചന
കേസ് ചാർജ് ഷീറ്റ് കൊടുക്കുന്ന അവസരത്തിൽ കാക്കനാട് സബ് ജയിലിൽ വെച്ച് പെട്ടെന്നൊരു ഭൂതോദയം എങ്ങനെ ഉണ്ടായി? ആരുടെ പ്രേരണ കൊണ്ടുണ്ടായി? ആരാണ് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തത്? ഈ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷരായിരിക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ കൂടാതെ ഇതിനെപ്പറ്റി സംസാരിക്കാത്ത ഒരു പ്രതി ഇപ്പം തനിക്ക് കൂട്ടുപ്രതികളുണ്ട് എന്ന് പോലീസിനോട് പറയുന്നു സ്വമേധയാ. അതിനെക്കുറിച്ച് അന്വേഷിക്കലാണ് ഈ 11 മണിക്കൂർ ചോദ്യം ചെയ്യലും. അങ്ങനെയാണെങ്കിൽ ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ കൃത്യമായൊരു സംശയമാണ്. അഡ്വക്കേറ്റ് രാംകുമാർ കൃത്യമായൊരു സംശയമാണ്. 13 മണിക്കൂർ ചോദ്യം ചെയ്യൽ തുടങ്ങുമ്പോൾ അതിനകത്ത് IG ദിനേന്ദ്ര കശ്യപ് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് മേൽനോട്ടം ഉണ്ടായിരുന്നു, അത് സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ചില ഉന്നത ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള ആരോപണങ്ങളും സ്വാഭാവികമായി വരും. അത് ചോദ്യം ചെയ്യൽ ദിനേശ് കശ്യപിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥയാണല്ലോ ചോദ്യം ചെയ്ത്. ADGP സന്ധ്യയാണ് ചോദ്യം ചെയ്ത്. ദിനേശ് കശ്യപ് അന്വേഷണ സംഘത്തിൻ്റെ തലവനാണെങ്കിലും അദ്ദേഹം തന്നെ നേരിട്ട് ചെയ്തോളണമെന്ന് പോലീസ് ആക്ടിലോ ക്രിമിനൽ നടപടി നിയമത്തിൽ എവിടെയും പറയുന്നില്ല. ചോദ്യം ചെയ്യൽ സാധാരണ രീതിയിൽ നിങ്ങൾക്കൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. സാധാരണ രീതിയിൽ ഹെഡ് കോൺസ്റ്റബിൾമാരാണ്. അവരുടെ ചോദ്യം ചെയ്യുന്ന രീതി കുപ്രസിദ്ധമാണ്. ഇവിടെ അതല്ലല്ലോ. ഇവിടെ അന്തസ്സായിട്ട് സന്ധ്യയെപ്പോലെ പ്രഗത്ഭയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ 11 മണിക്കൂർ ചോദ്യം ചെയ്ത് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ചെടുത്തു. അത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള ഒരു ബാധ്യതയാണ് അവർ നിർവഹിച്ചത്. അതിലെന്തിനാ അവരെ വിമർശിക്കുന്നത്? ശ്രീമതി ബിന്ദു കൃഷ്ണ, അതിനകത്ത് വിമർശിക്കാനുള്ളതൊന്നുമില്ലേ? അസ്വാഭാവികമായിട്ടുള്ളതൊന്നുമില്ലേ? അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ ചില രാഷ്ട്രീയ നിലപാടുകൾ സർക്കാർ അറിഞ്ഞുകൊണ്ട് ഇടപെടലുകൾ നടക്കുന്നതായി കരുതണമോ? അന്വേഷണ സംഘത്തലവൻ വേണമെന്നില്ല, അതിലും മുതിർന്ന ഉദ്യോഗസ്ഥയാണ് ചോദ്യം ചെയ്തത്. പരിപൂർണമായി മാറ്റി നിർത്തിപ്പെടുകയായിരുന്നു IG ദിനേന്ദ്ര കശ്യപ്. ഈ വിഷയത്തിനകത്ത് അട്ടിമറികൾ അല്ലെങ്കിൽ ഉന്നത ഇടപെടലുകൾ നടന്നു എന്ന് കരുതുന്നുണ്ടോ? തുടക്കം മുതൽ തന്നെ ഈ കേസിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഓരോ മലയാളിക്കും ബോധ്യമുണ്ടായിട്ടുള്ളതാണ്. അതിന് നിയമത്തിന്റെ അഗാധ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല, യുക്തിബോധം വെച്ച് തന്നെ ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ നിശ്ചയിച്ചതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ എന്ന ടീമിനകത്തുള്ള ആളുകളെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കാണുവാൻ എന്നെ പോലെയുള്ളവർക്ക് കഴിയില്ല. അതിൽ തെറ്റുണ്ട്, അത് ശരിയല്ല. വീണ്ടും ഇന്ന് സംസ്ഥാന DGP പറയുന്നു അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റില്ല, അദ്ദേഹം തന്നെയാണ് അന്വേഷിക്കേണ്ടത്. എന്തിന് അദ്ദേഹത്തെ മാറ്റുന്നു? തീർച്ചയായും ADGP ശ്രീമതി സന്ധ്യയുടെ കഴിവിനെ കുറിച്ചോ പ്രാഗൽഭ്യത്തെ കുറിച്ചോ എനിക്കോ മറ്റാർക്കും തന്നെ ആക്ഷേപമില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ നന്നായി കേസ് അന്വേഷിക്കുന്ന വ്യക്തി തന്നെയാണ് അവർ. പക്ഷെ എങ്കിൽ പോലും ടീം ലീഡറിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ആരൊക്കെയോ മൂടി വെക്കാൻ ശ്രമിക്കുന്നു എന്ന ബോധ്യപ്പെടൽ. അത് തന്നെയാണ് നേരത്തെ അപർണ എന്നോട് ചോദിച്ച ചോദ്യം. ADGP ശ്രീ തച്ചങ്കരി എന്തിന് ഇദ്ദേഹം നാദൃഷിയുമായി കൂടിക്കാഴ്ച നടത്തി? ഈ തൊട്ടടുത്ത ദിവസം ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ 2-3 ദിവസം മുമ്പ് അവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ശ്രീ ദിലീപിന്റെ കഴിഞ്ഞ സിനിമയുടെ പൂജാവേളയിൽ സംസ്ഥാന DGP നിൽക്കുന്ന ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാ സ്ഥലത്തും പ്രചരിക്കുകയാണ്. ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കേസ് അന്വേഷണം ദിലീപിനെ കേസിൽ പ്രതിയാക്കണമെന്നൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമാ ആസ്വാദകർ തന്നെയാണ് നമ്മളും. പക്ഷേ വരുന്ന ആരോപണങ്ങൾ കൃത്യമായി ആരോപണങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല എങ്കിൽ, അദ്ദേഹത്തിന് മനസ്സറിവില്ല എങ്കിൽ കളങ്കിതനല്ലാതെ അദ്ദേഹത്തിന് പുറത്തു വരേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള മനസ്സറിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് ഈ നാടിന്റെ ആവശ്യം തന്നെയാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടിയോട് പറഞ്ഞു. ആക്രമണത്തിനിരയായ നടിയോടും ശ്രീ ലാൽ അടക്കമുള്ള ആ നടിക്ക് ആശ്വാസമേകി അന്ന് കരുത്തു നൽകിയ ആളുകളോടും പറഞ്ഞു കേസിനെ കുറിച്ച് ഒരു അക്ഷരം വെളിയിൽ മിണ്ടരുത്, മിണ്ടിപ്പോയ കേസ് അന്വേഷണം വഴിതെറ്റിപ്പോവും. അവര് മിണ്ടിയില്ല. ഇത്രയും ദിവസങ്ങളായി. അതിനുശേഷം ഓരോ ദിവസവും ഉയർന്നു വരുന്ന ഓരോ ചോദ്യങ്ങളും ഇരയെ അപമാനിച്ചുകൊണ്ട് പ്രമുഖ നടന്മാർ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ട് കളിച്ചപ്പോ ഒരക്ഷരം സുവോമോട്ടോ കേസെടുക്കേണ്ടതല്ലേ കേരള പോലീസ്? എന്തുകൊണ്ട് കേരള പോലീസ് കേസെടുക്കുന്നില്ല? ഒരു പാവപ്പെട്ട പൗരനാണ് ഇരയെ ആക്ഷേപിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തില് ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ അവർക്കെതിരെ ഇവിടുത്തെ പോലീസ് കേസെടുക്കില്ല. ഒരു നിയമം ഇക്കാര്യത്തിനകത്ത് ചോദ്യം ചെയ്യാൻ 13 മണിക്കൂർ നീണ്ടുപോയപ്പോൾ ഒരു ഉന്നതന്റെ ടെലിഫോൺ കോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഈ രീതിയിലെല്ലാമാണ് വാർത്തകൾ വരുന്നത്. അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ ഒരുപക്ഷെ മറുവശത്ത് അത് സംശയത്തിന് കനം കൂടുകയാണ്. ആ രീതിയിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സർക്കാർ ഈ വിഷയത്തിനകത്ത്
സ്വീകരിക്കുന്ന നിലപാട് പക്ഷേ ഇരയ്ക്കൊപ്പവുമാണ്. അല്ല, അത് വളരെ വ്യക്തമല്ലേ? തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ പ്രമുഖനായ ഭരണാധികാരിയല്ലേ പറഞ്ഞത് ഇതിൽ ഗൂഢാലോചന ഇല്ല. ആ കേരളത്തിൻ്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരാൾ ഭരണാധികാരി ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് ഗൂഢാലോചന ഉണ്ട് എന്ന് ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ അത് സ്ഥാപിക്കാൻ ശ്രമിക്കും? അങ്ങനെ സ്ഥാപിക്കുന്ന ആളുകൾ സർവീസിൽ ഉണ്ടായിരുന്നിട്ടുണ്ടോ? നമുക്കറിയാമല്ലോ. മാത്രമല്ല, ഈ കേസിൻ്റെ ഈ സംഭവം നടന്നതിൻ്റെ ഏറ്റവും അടുത്ത മിനിറ്റിൽ അന്ന് ഇര പറഞ്ഞത് എന്താ? ഇതൊരു കൊട്ടേഷനാണ് എന്ന് പ്രതി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞത് വളരെ വ്യക്തമല്ലേ? ഇതൊരു കൊട്ടേഷനാണ്, ഞാൻ ഇത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ചാർജ് കൊടുക്കുന്നത് വരെ ഇപ്പം, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത് വരെ അതിനെ സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടക്കാതെ ഒരാളിൽ തന്നെ ഈ കേസിനെ ഒതുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ? ഇത് കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ഇരയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ അവരെ കൊല്ലാൻ തീരുമാനമെടുത്തെങ്കിൽ പോലും ആരും ആ ഒരു ഈ രീതിയിൽ കാണിച്ചത് എങ്ങനെയാ? തീർച്ചയായും തിരികെ വരാം ജയപത്മകുമാർ. അഡ്വക്കേറ്റ് രാംകോർ, ഈ വിഷയത്തിനകത്ത് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ സംശയത്തിന് കനം വെക്കുന്നതാണ്, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുള്ളതാണ്. അതിന് ഉപോത്ബലകമായിട്ടാണ് ഒരു വലിയ വിഭാഗം ഇതിനകത്ത് മൗനം പാലിക്കുക എന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അത് വാർത്തയല്ല, അത് കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതൊക്കെ ഒരു വശത്തിന് ദോഷമാകുന്നില്ലേ? പൊതുജനങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ ചാനൽ ചർച്ചകളോ ഒന്നുമല്ല അന്തിമമായ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാനോ അതിൽ മെറിറ്റ് കണ്ടെത്താനോ പോകുന്നത്. പക്ഷേ ഇത്തരം ചില കാര്യങ്ങളെല്ലാം ഈ ചുറ്റുപാടും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നില്ലേ? അതല്ല, ആധികാരികമായ വാർത്തകളാണെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഞാൻ സന്നദ്ധനാണ്. ഇപ്പോൾ അപർണ പരിശോധിച്ച് നോക്കൂ, വിവിധ ചാനലുകളിൽ എന്തെല്ലാം വാർത്തകളാണ് വരുന്നത്. ഇന്ന് ഒരു ചാനൽ പ്രസിദ്ധീകരിച്ചു, നാദർഷ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ വാർത്ത വിശ്വസിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു ഗൗരവമായ ചർച്ചയിൽ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ വാർത്ത വിശ്വസിച്ചുകൊണ്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അസാധ്യമാണ്. കാരണം ഈ വാർത്തകളൊക്കെ നിറം പിടിപ്പിച്ച നുണകളായിട്ട് മാറാറുണ്ട് പലപ്പോഴും. നമ്മുടെ പലപ്പോഴുള്ള അനുഭവമാണ്. അത് പിന്നീട് തെളിയിക്കപ്പെടും. അതുകൊണ്ട് പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്ന, DGP നേരിട്ട് ഇടപെടുന്ന, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീം അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് മാധ്യമങ്ങളോ രാഷ്ട്രീയ പ്രവർത്തകരോ നിർദ്ദേശിക്കുന്നതിന് പകരം പോലീസ് അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കാനുള്ള ആർജവമാണ് പൊതുപ്രവർത്തകർ കാണിക്കേണ്ടത്. സർക്കാരിനെ വിമർശിക്കാൻ അവർക്ക് അവകാശമുണ്ടല്ലോ, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ടല്ലോ, മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ അവർക്ക് അവരുണ്ടല്ലോ. കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അത് ശരിയായ ദിശയ്ക്ക് നീങ്ങണം എന്ന് വിമർശിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സമീപിക്കുന്നതിന് പകരം സിനിമാ താരങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. കേസ് അന്വേഷണം സമഗ്രമായും സത്യസന്ധമായും നിഷ്പക്ഷമായും പോകേണ്ടത് കേരളത്തിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് സിനിമാക്കാർ തമ്മിൽ എന്നുള്ളത് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. പലതവണ പോസ്റ്റുകൾ ഇടുകയും പിന്നീട് ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു നടന്മാർ. അപ്പോഴൊക്കെയാണ് ഇത്തരം ചില കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് പൊതുജനത്തിന് മനസ്സിലായത്. അല്ലാതെ മാധ്യമങ്ങൾ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് പറഞ്ഞപ്പോഴല്ല. മാധ്യമങ്ങളുടെ അഭിപ്രായ ഭിന്നത ഞാൻ നടന്മാരുടെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ വിവിധ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പലപ്പോഴും നമ്മളെ അമ്പരപ്പിക്കും. പലരെയും പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞു, പലരെയും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, പലരെയും ഇന്ന് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യും. ഈ രീതിയിലുള്ള വാർത്തകൾ വെച്ചുകൊണ്ട് ന്യൂസ് 18 പോലൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അത് ഉത്തരവാദിത്വബോധത്തോടുകൂടി അഭിപ്രായം പറയാൻ എന്നെ പോലെ തീർച്ചയായും അഡ്വക്കേറ്റ് രാംകുമാർ അവസാനിപ്പിക്കുന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒറ്റ കാര്യം കൂടെ ചോദിക്കാതെ നിവൃത്തിയില്ല. ഒരു
ജനപ്രതിനിധി കൂടിയായ ഒരു സിനിമാ പ്രവർത്തകൻ KB ഗണേഷ് കുമാർ ഇങ്ങനെ ഒരു കത്ത് പുറത്തുവിടുന്നു. അദ്ദേഹം താൻ എഴുതിയിട്ടില്ല ഈ കത്ത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കത്ത് ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സംഘടന എന്ത് ചെയ്തു, ഈ വിഷയത്തിനകത്ത് തിലകൻ അടക്കമുള്ളവരുടെ ഉണ്ടായ വിഷയങ്ങളിൽ എന്ത് ചെയ്തു സംഘടന, ഇപ്പോഴെന്ത് ചെയ്യുന്നു, ചാരിറ്റി നടത്തുന്നുണ്ടോ സംഘടന, നടിയുടെ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടില്ലല്ലോ, പ്രസിഡന്റ് എന്തിനാണ്, സംഘടന എന്നാണ്, പിരിച്ചു വിട്ടുകൂടെ എന്നെല്ലാം ചോദിച്ച് ഒരു കത്ത് പുറത്തു വരികയും അതിന് അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇത്രയും വലിയ വിഷയം ഉണ്ടാകുമ്പോഴും പക്ഷേ പരസ്യമായി ഇനി അധികം പ്രതികരിക്കേണ്ട ഈ വിഷയത്തിനകത്ത് എന്നൊരു നിലപാട് വനിതാ സംഘടനയും സ്വീകരിച്ചിരിക്കുകയാണ്. അതിനെ എത്ര വിരോധാഭാസമായിട്ട് കണക്കാക്കണം? അതിനെ പൂർണ്ണമായ ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. സമ്പൂർണമായ പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം നൽകാൻ ആർജവം കാണിച്ച മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നായികമാരെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടുന്ന ധാർമ്മികമായ പിന്തുണ കൊടുക്കാൻ ഉത്തരവാദിത്തം ഞാനും അപർണയും അടക്കമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അതിനകത്ത് നിൽക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നടൻ ശ്രീ ബാബുരാജിന്റെ ഒരു പോസ്റ്റ് വന്നു. അദ്ദേഹം പറയുന്നു, അപകടം പറ്റിക്കിടന്നിട്ടൊന്ന് വിളിക്കുക പോലും ചെയ്യാത്ത സംഘടനയാണ്. അപകടത്തിൽപ്പെട്ട ഒരാളിനെ ഒന്ന് വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യണമെങ്കിൽ പോലും ഇമേജ് നോക്കേണ്ടി വരുന്നു. കേരളത്തിലെ സിനിമാ നടന്മാരെ നടിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ കേരളത്തിലെ ഒരു സിനിമ ആസ്വാദകർ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കണം, ശരിയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ സംഘടന, ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു സംഘടനയ്ക്ക് ഈ രീതിയിലുള്ള നിലപാട് എടുക്കാൻ കഴിയുമോ? തുറന്നു പറയേണ്ട ചില സമയങ്ങളിൽ, അതൊരു കത്ത് വരെ പുറത്തു വന്ന സമയങ്ങളിൽ തൽക്കാലം മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് പുരുഷ സംഘടന വനിതാ സംഘടന എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതൊരൊറ്റ നിലപാടല്ലേ കാണിക്കുന്നത്? രാഷ്ട്രീയ സംഘടനകളും മാധ്യമ സംഘടനകളും ഒക്കെ നിർഭയമായി നാളെ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ആർക്കെന്ത് തോന്നുന്നു എന്നുള്ളതല്ല, നിഷ്പക്ഷമായി നീതിപൂർവമായി അവരവരുടെ മനസാക്ഷിക്ക് ബോധ്യപ്പെടുന്ന അവരവർ വിശ്വസിക്കുന്ന ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന കൃത്യമായ നിലപാടെടുക്കും. പക്ഷേ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ചുരുങ്ങിയ മാസങ്ങളുടെ പ്രവർത്തന പരിചയമേ ഉള്ളൂ. അവർ അതിലേക്ക് അത്തരത്തിൽ നിരന്തരമായ വിമർശനങ്ങളിലൂടെ ഇടപെടലുകളിലൂടെ സിനിമാ രംഗത്തെ ശുദ്ധീകരിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ഇന്നത്തെ മൗനത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് തുടക്കത്തിലെ തന്നെ അവരുടെ ആർജവത്തെ തീർച്ചയായും ഒപ്പമുള്ളവരെ സംരക്ഷിക്കാത്ത സംഘടന അപ്രസക്തമല്ലേ എന്നായിരുന്നു KB ഗണേഷ് കുമാറിന്റെ കത്തിന്റെ പ്രസക്ത ഭാഗം. ഈ സംഘടനയെ ചിലർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു, അതുകൊണ്ട് അമ്മ പിരിച്ചുവിടണം എന്ന് അദ്ദേഹം മുന്നേ പറഞ്ഞെങ്കിലും ഈ വിഷയത്തിനകത്തും കൃത്യമായി മറ്റ് പ്രതികരണങ്ങളൊന്നും താരസംഘടനയുടെയോ അല്ലെങ്കിൽ മറ്റ് താരങ്ങളുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നിശബ്ദതയാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് കരുതുകയാണോ സിനിമ മേഖല, അതോ അന്വേഷണം അതിന്റെ സങ്കീർണമായ വഴിത്തിരിവിലേക്ക് കടക്കുന്നത് കൊണ്ടാണോ ആ നിലപാട് എന്നും ചോദിക്കുന്നു. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് രാംകുമാർ, JR പത്മകുമാർ, ബിന്ദു കൃഷ്ണ, അതോടൊപ്പം തന്നെ നെടുവത്തൂർ സുനിൽ, ലിബർട്ടി ബഷീർ, പ്രത്യേകം നന്ദി. നമസ്കാരം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാണ്.